എല്ലാവർക്കും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പല ഇൻഗ്രീഡിയൻസ് വെച്ചും എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും എരിശ്ശേരി ഇഷ്ടമാണ്. കൂർക്ക വെച്ചും അങ്ങനെ തന്നെ പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ കൂർക്കയും പരിപ്പും കൂടെ ചേർത്ത് നല്ലൊരു എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഇത് ചോറിന് നല്ലൊരു കറിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും വേണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. 300 ഗ്രാം കൂർക്ക വൃത്തിയാക്കി കഴുകി വാരി വെച്ചിരിക്കുന്നത്. ഇത് ഇപ്പോഴാണ് ഞാനിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചത്, അല്ലെങ്കിൽ ഇത് കറുത്ത് പോകുകൊണ്ട് ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കണം. 125 ml കപ്പിന് 1 കപ്പ് പരിപ്പ്. ഇത് തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മുടെ സാമ്പാർ പരിപ്പ്. ഇത് അരമണിക്കൂർ കഴുകി കഴിഞ്ഞിട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നത്. 1.5 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 അല്ലി വെളുത്തുള്ളി, 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതിലൊരു 3 എണ്ണം അരയ്ക്കാനുള്ളതും ബാക്കി നമുക്ക് താളിക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. ഈ കൂർക്കയും പരിപ്പും എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. കൂർക്ക പരിപ്പ് ഇത് ഞാൻ 3-4 പ്രാവശ്യം കഴുകി കഴിഞ്ഞ് ആ വെള്ളത്തിലിട്ടിരിക്കുന്നത് കൊണ്ട് ആ വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, പച്ചമുളക് ഒന്ന് നെടുവെ പിളർന്നിടാം. ഇത് സാമാന്യ എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം. ഇത് പരിപ്പ് വെന്ത് വരുമ്പം കുറുകി വരും, അതുകൊണ്ട് ഇത് കഷ്ണങ്ങൾക്ക് മേളിൽ വേണം വെള്ളം കിടക്കാൻ. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കണം. കൂർക്കയും പരിപ്പും ഒക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതിൽ നിന്ന് 1 കപ്പ് തേങ്ങ മതി നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ബാക്കി നമുക്ക് വറുത്തിടാനുള്ളതാണ്. ഒരല്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഒരു 3 ചുവന്നുള്ളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. 1/2 ടീസ്പൂൺ ജീരകം കൂടെ അരയ്ക്കുന്നതിന് കൂടെ ഇടണം. ജീരകം ഇതിന് അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് ജീരകം ഇടാതെ ഇരിക്കരുത്. ഞാനത് എടുത്തു വെക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഞാനിപ്പോൾ അരയ്ക്കാനുള്ളതിൻ്റെ കൂടെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് 1 അല്ലി മതി. ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, എന്തോന്ന് നോക്കാം. കൂർക്കയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അല്പം ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം.
കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ജാറൊന്ന് കഴുകി ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിൻ്റെ ഉപ്പ് നോക്കണം. ഈ എരിശ്ശേരി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ കുറച്ചിട്ട് ഒരല്പം നേരം ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിക്കാം. കാരണം പച്ച തേങ്ങയാണ് നമ്മളതിൻ്റെ അകത്ത് അരച്ച് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പച്ചമണം ഒന്ന് മാറി കിട്ടാനായിട്ട് അല്പം നേരം ഒന്ന് തിളപ്പിക്കാം. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പരിപ്പും കൂടെ ചേർന്നുകൊണ്ട് നല്ല കൊഴുപ്പുണ്ട് കറിക്ക്. അതുകൊണ്ട് അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് 1 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് താളിച്ചൊഴിക്കാം. എന്നിട്ട് ചൂടായ പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. കാരണം നമുക്ക് തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ വറുത്തെടുക്കാനുള്ളതാണ്. പിന്നെ എരിശ്ശേരിക്ക് അല്പം എണ്ണ നിൽക്കുന്നത് നല്ലതാണ്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒത്തിരി ചുമക്കാൻ നിൽക്കണ്ട. അന്നേരത്തേനും തേങ്ങ ഇടുമ്പോഴത്തേക്ക് ഉള്ളി ഒത്തിരി കറുത്ത് പോകും. അതുകൊണ്ട് നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എരിശ്ശേരിക്ക് ഒരല്പം തേങ്ങ വറുത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ചെറുതീയിൽ വെച്ച് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി കരിഞ്ഞു പോകരുത്. നന്നായിട്ട് തേങ്ങ ചുമന്ന് കിട്ടണം. തേങ്ങ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് മൂപ്പിച്ച തേങ്ങ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പസമയം നമുക്കിതൊന്ന് മൂടി വെക്കാം. ആ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ ഫ്ലേവർ ആ കറിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. ഇപ്പം നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കൂർക്ക എരിശ്ശേരി റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വെളിച്ചെണ്ണയിൽ തേങ്ങയും മുളകും ഉള്ളിയൊക്കെ കൂടെ വറുത്തത് ഞാൻ കുറച്ചേ കറിയിലേക്ക് ചേർത്തിട്ടുള്ളൂ. ബാക്കി മാറ്റി വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. അത് വീണ്ടും ഈ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് ഇളക്കി കൂട്ടാതെ കറി എടുക്കുമ്പോഴത്തേക്കും ഇത് കൂട്ടി നമ്മൾ എടുത്ത് കഴിച്ച് നോക്കണം. വറുത്ത തേങ്ങയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് വരും. ഇത് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ വറുത്തിടുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.